ഇത് ഏകദേശം 34 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. എന്റെ അന്വേഷണം തുടങ്ങുമ്പോഴേക്കും ഇയാള് പോലീസിന്റെ സഹായത്തോടു കൂടിയാണെന്ന് പറയപ്പെടുന്നു, അറിയില്ല. അയാൾ നാട് വിട്ടു. പിന്നീട് അയാൾ USA, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത്. ഒരിക്കലും കേരള പോലീസിന് പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും, അതായത് 3.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ കേസ് ക്രൈംബ്രാഞ്ചിന്റെ ഒരു പൊടി പിടിച്ച ഒരു മൂലയിൽ കിടപ്പുണ്ട്. അത് കോടതിയുടെ ലോങ് പെൻഡിങ് കേസായിട്ട് മാറ്റിയിരിക്കുന്ന കേസാണ്. എനിക്ക് തോന്നുന്നു വളരെ അപൂർവമായിട്ടാണ് ഇതുപോലൊരു കേസ് ഉള്ളത് എന്ന് തോന്നുന്നു. എന്തായാലും ഈ കേസിന്റെ അന്വേഷണം മധ്യേ ഞാൻ ഈ കുട്ടിയുടെ അമ്മയെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ സമയം ഞാൻ വിവാഹിതയല്ലായിരുന്നു. എനിക്കിതിനെക്കുറിച്ച് കാര്യമായിട്ട് വിവരമൊന്നും ഇല്ലായിരുന്നു. ഒരു മലയാളി കുടുംബമാണ്. അമ്മ നേഴ്സാണ്, അച്ഛൻ ഒരു പാസ്റ്ററാണ്. 3 പെൺകുട്ടികളുള്ളതിൽ മൂത്ത കുട്ടിയെ ഏകദേശം 6 or 7 വയസ്സായപ്പോൾ തൊട്ട് പിതാവ് ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ ചെയ്തിരുന്നത് ബൈബിൾ പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് രാത്രിയിൽ അമ്മ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വിളിച്ചു വരുത്തും. എന്നിട്ട് ബൈബിൾ പഠനം എന്ന് പറഞ്ഞ് ബൈബിളിന്റെ പഴയ നിയമത്തിലുള്ള ഒരു പഴയ കഥ, വംശം നിലനിന്ന് പോകാൻ വേണ്ടി വംശനാശം സംഭവിച്ച ഒരു സമയത്ത് ഒരു പിതാവ് പുത്രിമാരുമായിട്ട് ശയിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട്, അത് വേദപുസ്തകത്തിൽ പറയുന്നതായതുകൊണ്ട് എല്ലാ കുട്ടികളും അനുസരിക്കണം, എല്ലാ വീട്ടിലെയും അച്ഛന്മാർ ഇത് കുഞ്ഞുങ്ങളെ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞായിരുന്നു കുട്ടി ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് നാളത്തേക്ക് കുട്ടിയുടെ സംരക്ഷണത്വം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ഒരു സ്കൂളിൽ ഒരു ബോർഡിങ്ങിൽ കൊണ്ട് ആക്കി പഠിപ്പിച്ചപ്പോൾ അവിടുത്തെ സിസ്റ്റർ എന്നെ കുറച്ച് നാൾ കഴിഞ്ഞ്, ഒരു 3-4 മാസം കഴിഞ്ഞ് അവിടുത്തെ സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു, എൻ്റെ പൊന്നു മാഡം, ഈ കുട്ടിയെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, ഇനി ഒന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം. കാരണം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളോടും അതിൻ്റെ കഥകൾ പറയുകയാണ്. അച്ഛൻ എന്നെ ഇങ്ങനെ വിളിച്ച് ബൈബിൾ പഠിപ്പിച്ച കഥകളും നിങ്ങളുടെ അച്ഛൻ എങ്ങനെ ചെയ്യാറുണ്ടോ എന്നുള്ള കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് എന്നാണ് പറഞ്ഞത്. സംരക്ഷണം നൽകേണ്ട ആൾക്കാർ തന്നെ കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ വ്യാപകമായി ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള വസ്തുത